ഓർമ്മകളുടെ സായാഹ്നത്തെ ബെല്ലടിച്ചുണർത്തി വീണ്ടുമൊരു സൈക്കിൾ യജ്ഞകാലം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിന്റെ ഗ്രാമീണ സന്ധികളെ സജീവമാക്കിയിരുന്ന സൈക്കിൾ യജ്ഞം പഴയ തലമുറയ്ക്ക് ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മയും പുതുതലമുറയ്ക്ക് പുതിയ അനുഭവവുമാണ്. കർണാടകയിലെ മൈസൂരിൽ നിന്നുമെത്തിയ സംഘങ്ങളാണ് തീരദേശ മേഖലയിൽ വിവിധയിടങ്ങളിലായി തമ്പടിച്ചിട്ടുള്ളത്. വിനോദ ഉപാധികൾ വിരളമായിരുന്ന കാലത്ത് സൈക്കിൾ യജ്ഞം സാഹസിക കാഴ്ചയുടെ വിരുന്നൊരുക്കിയിരുന്നു. ബെല്ലും ബ്രേക്കും മഡ്ഗാർഡുമില്ലാത്ത സൈക്കിളാണ് യജ്ഞത്തിലെ പ്രധാന താരം. അടിപൊളി പാട്ടുകളുടെ അകമ്പടിയോടെ സൈക്കിളിൽ മണിക്കൂറുകളോളം അഭ്യാസ പ്രകടനം നടത്തുന്നവർ കയ്യടിയും കൈനിറയെ പണവുമായാണ് കൂടാരത്തിലേക്ക് മടങ്ങുക. സൈക്കിൾ ചവിട്ടിക്കൊണ്ട് തീപ്പന്തങ്ങൾ കൊണ്ടുള്ള വളയം ദേഹത്ത് ധരിക്കുക, ട്യൂബ് ലൈറ്റ് ദേഹത്ത് അടിച്ചു പൊട്ടിക്കുക തുടങ്ങി കാണികളെ ത്രസിപ്പിക്കുന്ന പരിപാടികൾ ഒട്ടേറെയുണ്ട്. കാണികൾ സംഭാവനയായി നൽകുന്ന സാധനങ്ങൾ ലേലം ചെയ്യുന്നതിലൂടെയും ഇവർക്ക് പണം ലഭിക്കും. വർഷത്തിലെ ഒരു 3 മാസം പരിപാടിച്ചിട്ട് പിന്നെ ഒരു ജനുവരി ഫെബ്രുവരി ഡിസംബർ നമ്മൾ ഒരു 3 കൊല്ലದಿಂದ 3 മാസം പരിപാടി. പിന്നെ ഒരു ചെറിയ ചെറിയ ഗ്രാമ പ്രദേശ നമ്മൾ 2 ദിവസം പരിപാടി ഉണ്ട്. പിന്നെ 7:10 ഒരു 10 മണി ഉള്ളിൽ ഒരു 9 മണി 10 മണി ഉള്ളിൽ സ്റ്റാപ്പ് ഒരു കലാപരിപാടി. നമ്മളൊരു ടിക്കറ്റ് ഒന്നും ഇല്ല, ഒരു ബക്കറ്റ് സംഭാവന അത്രേ ഉള്ളൂ. നമ്മൾ മൈസൂർ കർണാടക അവർ മൈസൂർ ആൾക്കാർ. ഈ ദിവസങ്ങളിൽ അഴീക്കോട് കൊട്ടിക്കൽ ക്ഷേത്ര മൈതാനിയിലാണ് സംഘം സൈക്കിൾ യജ്ഞം നടത്തുന്നത്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ സൈക്കിൾ യജ്ഞം നടത്തുന്ന സംഘം പിന്നീട് നാട്ടിലേക്ക് മടങ്ങും. TC വിനോസ്, കൊടുങ്ങല്ലൂർ.